ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഹെയർ ബാൻഡ് നമുക്ക് പാർട്ടി വെയർ ആയിട്ടും കാഷ്വൽ യൂസിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഹെയർ ബോ ചെയ്യാനായിട്ട് വേണ്ടത് സാറ്റിൻ റിബൺ, പിന്നെ നമ്മുടെ നോർമൽ ത്രെഡ്, അതുപോലെ തന്നെ നോർമൽ സൂചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ ബീഡൊക്കെ നമുക്ക് നോർമൽ സൂചിയിൽ കോർക്കാൻ പറ്റും. പിന്നെ വേണ്ടത് അതുപോലത്തെ സ്റ്റോൺ ഷീറ്റ്, പിന്നെ സാറ്റിൻ കവർ ചെയ്ത ബോ. അത് മാച്ചിനോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളറോ എടുക്കുക റിബൺ എടുക്കുന്നതിൻ്റെ. പിന്നെ 2 വൈറ്റ് ബീഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് നമുക്കിതിന് ചേരാന്ന് വിചാരിച്ച് ആ സൈസിനനുസരിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വലിയതും ചെറുതുമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ 2 പീസ് കട്ട് ചെയ്ത് 2 സൈഡും ഒന്ന് ഉരുക്കി വെക്കണം. അപ്പോൾ ലെങ്ത്ത് നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം. ഇനി ഞാൻ ലെങ്ത്തിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതുപോലെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ രണ്ടും മടക്കിയതിന് ശേഷം ഇതിന് നമ്മൾ ഇതുപോലെ 2 സൈഡും ഒരേപോലെ പിടിച്ചു കൊടുക്കുക. നമ്മൾ 2 മടക്കി വെച്ചത് ഒന്ന് കൂട്ടി പിടിക്കുക ഇതുപോലെ. അപ്പോൾ കണ്ടോ ഒരു പെറ്റൽ പോലെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ നല്ല പുറം ചീത്തപ്പുറം നോക്കിയിട്ട് വേണം ഇനി മടക്കാനായിട്ട്. ഇത് നല്ല പുറമാണ്, അപ്പോൾ അത് നമുക്ക് ഫ്രണ്ടിലേക്ക് വരണം. അപ്പോൾ ഇതാണ് പൊട്ടപ്പുറം, അത് ശ്രദ്ധിക്കണം. കണ്ടോ അത് നല്ല പുറമാണ്, അപ്പോൾ അത് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരണം. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളൊന്ന് മടക്കി കൊടുക്കാനായിട്ട്. ഇതിന് നല്ല ഉള്ളിലേക്ക് വരേണ്ടത് പൊട്ടപ്പുറം. അപ്പോൾ അതുപോലെ നല്ല പുറത്തിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിന് കൂടുതൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഇതിനെ നമ്മൾ വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു പെറ്റലിൻ്റെ അടുത്തേക്ക് ജസ്റ്റ് ഒന്നും കൂടി മടക്കി കൊടുക്കുക. ഇനി നമ്മളിതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ വീണ്ടും ഈ നീണ്ടു കിടക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് വീണ്ടും ആദ്യം ചെയ്ത പോലെ സെൻറ്ററിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക. അതിനെ വീണ്ടും നമ്മൾ ഫസ്റ്റിൽ മടക്കി ആ ഒരു സൈഡിലേക്ക് വീണ്ടും മടക്കി കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമുക്കിവിടെ 2 പെറ്റൽ കിട്ടിയ പോലെ ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലാക്കണം. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കണ്ടാലാണ് മനസ്സിലാവുക. ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയുന്നില്ല, പക്ഷേ ഞാൻ നിങ്ങൾ വീഡിയോ കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വീണ്ടും സെൻറ്ററിലേക്ക് നമ്മളൊന്ന് ജസ്റ്റ് മടക്കി കൊടുക്കുക. ഇതുപോലെ തിരിച്ച് മടക്കുക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമുക്കിത് ഫുള്ളായിട്ട് എടുക്കാം. അപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വേഗം മനസ്സിലാവും. അതുപോലെ ഞാൻ വളരെ പതുക്കെയാണ് കാണിച്ച് തന്നിട്ടുള്ളത്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ വീഡിയോ കാണുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. പിന്നെ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഒട്ടും മനസ്സിലാവില്ല. ഇടയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒട്ടും മനസ്സിലാവില്ല. അപ്പോൾ ആദ്യത്തെ ആ ഭാഗങ്ങൾ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായാൽ ഇത് ഫുള്ള് നമുക്ക് വേഗം ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ഭാഗം നമുക്ക് അവിടെ ഒരു ബാലൻസ് വന്നിട്ടുണ്ട്. അതൊന്നും കൂടി മടക്കി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടത് അതുപോലെ വരും. കണ്ടോ അറ്റം അവിടെ നിൽക്കും. അപ്പോൾ അത് പറ്റില്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മുകളിലേക്ക് മടക്കി നിർത്തരുത്. താഴെ വരുന്ന രീതിയിൽ നിർത്തിയിട്ട് നമുക്കത് ബാലൻസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും മുകളിലേക്ക് മടക്കി നിർത്തരുത്. ഇനി നമുക്കതിൻ്റെ അരികൊക്കെ ഒന്ന് ഉരുക്കി കൊടുക്കാം. കട്ട് ചെയ്തതിൻ്റെ അരികൊക്കെ ഉരുക്കാം. ഇനി അതെല്ലാം ലെവൽ ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് തുന്നി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് ലെവലാക്കി തുന്നി കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു നീളം കുറക്കൊക്കെ റെഡിയാക്കണം. തുന്നണതിന് മുമ്പ് തന്നെ നമ്മളെല്ലാം ലെവലാക്കി കൊടുത്തിട്ട് വേണം തുന്നാൻ. അല്ലെങ്കിൽ നമ്മൾ ആദ്യം കൊടുത്ത സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി നിൽക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഇതാദ്യമേ നമുക്ക് മടക്കുമ്പോൾ തുന്നി കൊടുക്കായിരുന്നു, പക്ഷേ ഞാനത് തുന്നാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഇടയിൽ അത് തുന്നുന്നതും കൂടി കാണിച്ചാൽ നിങ്ങൾക്ക് അത് മടക്കുന്ന ആ ഒരു പാറ്റേൺ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ 2 3 പെറ്റലാവുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് തുന്നി പോവാം. അപ്പോൾ വിട്ടുപോവില്ല. പക്ഷെ അത് ആദ്യം കാണുന്നവർക്ക് പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ മടക്കുന്ന പാറ്റേൺ അത് മനസ്സിലാവാതെ വരരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യമേ തുന്നി കൊടുക്കാഞ്ഞത്. നിങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുന്നി പോവാട്ടോ, അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഇനി നമ്മളിത് ഫുള്ള് ഓരോ പെറ്റൽസും ഇതുപോലെ ലെവലാക്കി കംപ്ലീറ്റ് ഒന്ന് തുന്നി കെട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു പാർട്ടും കൂടി ചെയ്തെടുക്കണം. 2 പീസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോഴും കറക്റ്റ് ലെവൽ ചെയ്ത് പോകണം. ഒരേപോലെ വെച്ചിട്ട് വേണം തുന്നി കൊടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് വലിച്ച് ഇനി നമുക്കതിൻ്റെ പെറ്റൽസൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കാം. കണ്ടോ ഇതുപോലെയാണ് നമുക്കത് വരുന്നത്. ഇതിൻ്റെ പല മോഡൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് കുറച്ചും കൂടി സൈസ് വിട്ട് കൂടിയ റിബൺ വേണം അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന റിബണ് വിട്ട് കുറവാണ്. 1.5 ഇഞ്ച് അങ്ങാണ്ട് ഉള്ളൂ റിബൺ, പക്ഷെ അത് പോരാ.
അപ്പോൾ ഞാൻ വിട്ട് കൂടിയ റിബൺ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ വെറൈറ്റി മോഡൽസ് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിടർത്തി കൊടുക്കുക, അപ്പോഴാണ് അതിനൊരു ഭംഗി കിട്ടുക. ഇനി നമുക്കത് കെട്ടിട്ടിട്ട് ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു ഇതിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഇതുപോലത്തെ തന്നെ ഒരു പീസും കൂടി ചെയ്തെടുക്കണം. അപ്പോൾ അത് ഇതേപോലെ സെയിം നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ അതിൽ നമുക്കൊരു പീസും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ അതായത് നമ്മളിവിടെ ഒരു പീസും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കണം. ആദ്യം ഒരു പീസ് നമ്മളിപ്പോൾ രണ്ടാമത് ചെയ്ത പീസിലേക്ക് നമ്മൾ ആദ്യം ചെയ്ത പീസിന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ രണ്ടാമത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ത്രെഡ് കട്ട് ചെയ്ത് മാറ്റേണ്ട. അതിലേക്ക് നമ്മുടെ ആദ്യം ചെയ്ത പീസിനൊന്ന് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിട്ടിടും. ഇത് യോജിപ്പിച്ചെടുക്കുന്നില്ല കേട്ടോ, നമ്മളിത് രണ്ടായിട്ട് തന്നെ നിൽക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ അതിലേക്ക് ഒന്നും കൂടി ഒന്ന് ചുറ്റി ഒന്ന് കൊടുക്കുക. നമ്മൾ ആദ്യം കോർത്തയിലേക്ക് തന്നെ ഒന്നും കൂടി ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കുക. അതായത് ഇതുപോലെ നിൽക്കണം, കണ്ട രണ്ട് പീസായിട്ട് നിൽക്കണം. സെൻറ്ററിലൂടെ നമ്മളൊരു റിബണിൻ്റെ പീസ് വെച്ച് ചുറ്റി കൊടുക്കുന്നുണ്ട് ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. കെട്ടിട്ടിട്ട് നമുക്ക് ഇതിനൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. എല്ലാം ഒന്ന് സെറ്റാക്കി വയ്ക്കുക. എല്ലാ പെറ്റൽസും നല്ല കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വയ്ക്കുക. എങ്കിലാണ് അതിനൊരു ഭംഗി കിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയിൽ ബീഡ്സ് കോർത്ത് കൊടുക്കണം. അപ്പോൾ അതിനൊരു ഭംഗി കിട്ടണമെങ്കിൽ പെറ്റൽസൊക്കെ നമ്മൾ കറക്റ്റാക്കി വെക്കണം. ഇത് നമുക്ക് രണ്ടായിട്ടല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ യോജിപ്പിച്ച് കെട്ടിട്ട് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ ഇത് 2 പാർട്സായിട്ടാണ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഡ്സ് കോർക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ബീഡ്സ് കോർത്ത് പോകും. അത് ഞാൻ ബീഡ്സ് കോർക്കുന്ന ടൈമിൽ പറഞ്ഞു തരാം. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് റിബണ്ട് ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കണം. സെൻറ്ററിൽ വയ്ക്കാൻ അത് ആ ലെങ്ത്ത് നോക്കിയിട്ട് നമുക്ക് ചുറ്റിയെടുക്കുക എത്ര വേണം നോക്കുക. അതിൻ്റെ 2 സൈഡ് ഉരുക്കുക. അതിന് ശേഷം അതിന് സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സെൻറ്ററിലും ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുക. അപ്പോൾ നമുക്കത് കറക്റ്റ് അവിടെ നിൽക്കും. സാറ്റിൻ റിബൺ ആയ കാരണം ഒന്ന് മടങ്ങി നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ അതൊന്ന് ഉരുക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു ബോയിലേക്ക് ഈ ഒരു റിബൺ ഒന്ന് ചുറ്റിയിട്ട് തുന്നിയെടുക്കണം. അതിന് ശേഷം നമുക്ക് ഹെയർ ബാൻഡിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തുന്നിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ഹെയർ ബാൻഡിലേക്ക് വെച്ചിട്ട് തുന്നിയെടുക്കാം. അതിലും എളുപ്പം ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കുക. വല്ലാതെ ടൈറ്റിൽ തുന്നരുത്, കുറച്ചൊരു ഗ്യാപ്പ് ഇടുക. നമ്മുടെ ഹെയർ ബോ അതിലേക്ക് ഒന്ന് കോർത്തെടുക്കാൻ, എന്ന് വെച്ച് വല്ലാതെ ലൂസും ആക്കരുത്. ഒരു ചെറിയൊരു ഗ്യാപ്പ് നമ്മുടെ ഹെയർ ബോ അതിലൂടെ കടന്നു പോകണം. ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് തുന്നി കൊടുക്കുക, ടൈറ്റാക്കി കൊടുക്കുക. തുന്നി ടൈറ്റാക്കാൻ പറയുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ചു പിടിക്കരുത്, അപ്പോൾ ഹെയർ ബോ കയറില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇടുക. അത് ഞാൻ കാണിച്ചു തരാം. ഹെയർ ബോ ഇതിലേക്ക് കയറ്റി വിടുന്നത് നമുക്ക് അതായിരിക്കും എളുപ്പം. കുറച്ചും കൂടി നമ്മൾ ഇതിൽ വെച്ച് തുന്നിയെടുക്കുന്നതിനേക്കാളും എളുപ്പം ഇതുപോലെ തുന്നിയിട്ട് ഹെയർ ബോ ജസ്റ്റ് അതിലേക്ക് കയറ്റി കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് ബോയിലേക്ക് ഹെയർ ബോ ഒന്ന് കയറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ ലേശം ഒരു ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കയറാനൊരു ബുദ്ധിമുട്ടേ ഉണ്ടായുള്ളൂ കേട്ടോ. അത് കയറ്റി കഴിഞ്ഞപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടി. ഇനി അതൊരു സൈഡിലായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾക്ക് സാറ്റിൻ്റെ ബോയിലേക്കും കൂടി നമുക്കൊന്ന് തുന്നി കൊടുത്തതിന് ശേഷം ത്രെഡ് കട്ട് ചെയ്ത് മാറ്റാം. 2 സൈഡിലും സാറ്റിൻ്റെ ബോയിലേക്കൊന്ന് തുന്നി കൊടുക്കാം. പിന്നെ അത് അവിടെ നിന്ന് ഊരിപ്പോവില്ല. അപ്പോൾ അത് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആ ബോയിലേക്കും കൂടി ഒന്ന് തുന്നി കൊടുക്കുന്നത്. അപ്പോൾ 2 സൈഡും ഒന്ന് തുന്നി കൊടുത്തിട്ട് വേണം ത്രെഡ് കട്ട് ചെയ്യാൻ. പിന്നെ ഇടയിൽ നമുക്ക് അതൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് പിന്നെ നമ്മൾ ബീഡ്സ് കോർത്ത് കൊടുക്കുന്നത്. ഇത് ഇത്രയും മാത്രമായിട്ട് ചെയ്താലും നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ബീഡ്സ് കോർക്കാതെ ഇങ്ങനെ ചെയ്താലും അതൊരു കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ കാഷ്വൽ വെയർ ആയിട്ട് ഞാൻ ബീഡ്സ് കോർത്തിട്ടും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. രണ്ടും കുഴപ്പമൊന്നുമില്ല. അത്ര ഹെവി ആയിട്ട് നമുക്ക് തോന്നില്ല. എന്നാൽ അതൊരു പാർട്ടി ലുക്ക് തോന്നും ചെയ്യും. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സെൻറ്ററിലൊരു സ്റ്റോൺ എങ്ങാനും ഒട്ടിച്ച് കൊടുത്ത് നമുക്ക് ഇത്രയും മാത്രമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കാം. ബീഡ്സ് കോർക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഗ്യാപ്പുകളിലാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ അത് ഇതുപോലെ. അപ്പോൾ നമ്മൾ കെട്ടിട്ടിട്ടല്ലോ നൂല് എടുക്കുന്നത്. അപ്പോൾ അത് ഉള്ളിൽ നിന്ന് കോർത്ത് കൊടുക്കുക. പെറ്റലിൻ്റെ ഉള്ളിൽ നിന്ന് കോർക്കുക. കെട്ട് അതിൻ്റെ ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ട് കോർക്കുക. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ഒരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ബീഡ്സ് കോർത്ത് കൊടുക്കുക. അതൊന്നുകൂടി അവിടെ തന്നെ ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ അതവിടെ ടൈറ്റായിട്ട് നിൽക്കും. ഇനി നമുക്ക് ബീഡ്സ് കോർക്കാം. ഇനി നമ്മൾ ആ വൈറ്റ് ബീഡ്, ഞാനിവിടെ വലിയ ബീഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആ വൈറ്റ് ബീഡ് കോർക്കുക. അടുത്ത പെറ്റലിൻ്റെ ഉള്ളിലൂടെ നമ്മളിത് സൂചി കോർത്തെടുക്കുക. അതാണ് ആ ഗ്യാപ്പുകളാണ്, പെറ്റലിൻ്റെ ഗ്യാപ്പുകളുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബീഡ്സ് കോർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ബീഡ് ഇതിൻ്റെ പെറ്റലിൻ്റെ ഉള്ളിലും കോർത്ത് കൊടുക്കാം. അത് നമ്മളിങ്ങനെ സൂചി എടുക്കുമ്പോൾ ഒരു ബീഡും കൂടി കോർത്തിട്ട് അതിൻ്റെ പുറകിലേക്ക് വലിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടോ. ഇനി അടുത്ത ബീഡ് എടുക്കുക, അടുത്ത പെറ്റലിലൂടെ പുറത്തേക്ക് കോർത്ത് കൊടുക്കുക. ഇതുപോലെ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ ആ ഒരു റിബൺ വെച്ച് കൊടുക്കാതെ നമ്മളിത് ഫുള്ളായിട്ട് തുന്നി അതൊരൊറ്റ
ഒറ്റ ബോ പോലെ റൗണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ബീഡ്സ് കോർക്കുന്നത് നമുക്ക് 2 പാർട്ടിലേക്ക് ഒരുമിച്ച് കോർത്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മൾ ഇതിനെ 2 ആക്കിയിട്ടാണല്ലോ ഇപ്പോൾ ബോയിൽ നിർത്തിയിരിക്കുന്നത്. ഇത് 2 ആക്കി നിർത്താണ്ട് നമ്മൾ രണ്ടും കൂടി യോജിപ്പിക്കുന്ന സമയത്ത് ഒറ്റ ബോ റൗണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, തുന്നി റൗണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ബീഡ്സ് ഒരു സൈഡിലെ കോർത്ത് അവസാനിച്ച് കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്യാതെ തന്നെ അടുത്ത രണ്ടാമത്തെ ബോ നമ്മൾ തുന്നി കൊടുത്തതിൻ്റെ ഗ്യാപ്പും കൂടി ഫില്ല് ചെയ്ത് ഒറ്റ ഇതിൽ ഫില്ല് ചെയ്ത് പോയാൽ അതൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടും. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് കാണുമ്പോൾ. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്തത്. ഞാൻ ഇങ്ങനെ ഒരു 2 പാർട്ടായിട്ടാണ് ഞാൻ നിർത്തിയത്. കണ്ടോ, ഇവിടെ നമ്മളിതാ സൂചി ഉള്ളിലേക്ക് ലാസ്റ്റ് പെറ്റലിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തിട്ട് തുന്നി കൊടുക്കുക, കെട്ടിട്ട് കൊടുക്കുക. അതുപോലെ ഒന്ന് കെട്ടിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ പറഞ്ഞത് ഇവിടെ നിർത്താതെ നമ്മൾ അടുത്തതിൻ്റെ ആ അറ്റത്തേക്ക് ബീഡ്സ് കൊടുത്ത് പോകാം. പക്ഷെ അതങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ ഇതിനൊരു റൗണ്ട് ഷേപ്പിൽ തുന്നിയെടുക്കണമായിരുന്നു. അപ്പോൾ അതേ നമ്മൾ 2 സൈഡിലും ബീഡ്സ് തുന്നി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സെൻറ്ററിലേക്കുള്ള സ്റ്റോൺ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കറക്റ്റ് അതിൻ്റെ നീളവും വീതിയും നോക്കിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഗ്ലൂ വേണമെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഗ്ലൂ കൊടുക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഗ്ലൂ ഗൺ യൂസ് ചെയ്യുക. ഇതുപോലത്തെ സ്റ്റോൺ ഷീറ്റൊക്കെ ഒട്ടിക്കാൻ ഗ്ലൂ ഗണ്ണാണ് നല്ലത് നമ്മുടെ റിബണിലേക്കൊക്കെ. അപ്പോൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ തുന്നി കൊടുക്കുക. ഞാനിവിടെ തുന്നി കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലേക്ക് നമുക്കിതുപോലെ ഒന്ന് തുന്നി കൊടുക്കാം. അപ്പോൾ സ്റ്റോൺ ഷീറ്റൊക്കെ നമുക്ക് തുന്നി കൊടുക്കാം. അതിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തുന്നിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ അതൊന്ന് ചുറ്റി തുന്നി കൊടുത്ത് കെട്ടിട്ടെടുക്കാം. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ബോർഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടും അതുപോലെ തന്നെ ഒരു പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോയാണ്. കളറും നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോർഡർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.